രേണുവിനെക്കുറിച്ചും കിച്ചുവിനെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഏറ്റവും നന്നായി അടുത്തറിയുന്നത് രേണുവിൻ്റെ വീട്ടുകാർക്കും സുധിയുടെ വീട്ടുകാർക്കും തന്നെയാണ്. ഇപ്പോൾ കിച്ചു അവിടെയാണ് നിൽക്കുന്നത്, കൊല്ലത്ത്. പഠനാവശ്യവുമായി ബന്ധപ്പെട്ടാണ് കിച്ചു കൊല്ലത്ത് താമസിക്കുന്നതെന്നാണ് ആദ്യം പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ ഇതിനെ സൂചമാക്കുന്നത് മറ്റൊരു വാർത്തയിലേക്ക് തന്നെയാണ്. ഇപ്പോഴിതാ സുധിയുടെ അമ്മ രേണുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് എന്ന് തന്നെ പറയാം. കിച്ചുവിനെ ഇവിടെ ആരും തന്നെ അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത കുട്ടിയായി കാണുന്നില്ല. അവൻ എല്ലാവരുമുണ്ട്. എൻ്റെ മൂത്ത മോൻ അവനെ സ്വന്തം മോനെ പോലെയാണ് നോക്കുന്നത്. ഞങ്ങളുടെ സ്തുതിയുടെ മകനാണ്. ഞങ്ങൾക്കത് മാറ്റി നിർത്താനോ ഒന്നും സാധിക്കില്ല. ഞങ്ങൾക്ക് അവൻ എന്നും അങ്ങനെ തന്നെയായിരിക്കും. അവൾ കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോകുമായിരുന്നില്ല. എൻ്റെ മൂത്ത മകൻ കിച്ചുവിന് സ്വന്തമാണ്. സ്തുതി ജീവിച്ചിരുന്ന കാലത്തോ മരിച്ച ശേഷമോ ഒരിക്കൽ പോലും ആരെയും വിമർശിച്ചോ കുറ്റപ്പെടുത്തിയോ സ്തുതിയുടെ ബന്ധുക്കൾ ആരും രംഗത്ത് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് സ്തുതിയുടെ അമ്മ ഇത്തരത്തിലൊന്നും പറയുന്നത് പോലും. എന്നാൽ കൊച്ചുമകനെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, കുറ്റപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ അമ്മുമ്മ സ്തുതിയുടെ അമ്മ രംഗത്തെത്തുന്നത്. കിച്ചു തങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്. ഇവിടെയുള്ളവർക്കൊക്കെ പ്രിയപ്പെട്ടവനാണ്. ഞങ്ങളുടെ അടുത്തു നിന്നും രേണുവിന് വേണ്ടി സ്തുതി കൊണ്ടുപോയതാണ്. പിന്നെ അവർ കുടുംബ ജീവിതമാണ്, അവരൊരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് കരുതി ഞങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ വഷളാകാൻ തുടങ്ങി എന്നാണ് ഇവർ തന്നെ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. ആദ്യമായിട്ടാണ് സ്തുതിയുടെ അമ്മ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത്. അത് കണ്ടപ്പോഴും കേട്ടപ്പോഴും തന്നെ എല്ലാവർക്കും വളരെയധികം ചർച്ച ചെയ്യേണ്ട വിഷയമായി തോന്നി. തൻ്റെ മൂത്ത മകൻ എത്ര കരുതലോടെയാണ് കിച്ചുവിനെ നോക്കുന്നത്, സ്നേഹിക്കുന്നതെന്നും സ്തുതിയുടെ അമ്മ വെളിപ്പെടുത്തി. MDG വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് സ്തുതിയുടെ അമ്മയുടെ വീഡിയോ പുറത്തു വന്നത്. സ്തുതിയുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രാവിലെ സ്തുതിയുടെ ഭാര്യ ഡാൻസിന് പോകും, സ്തുതി മിമിക്രി അവതരിപ്പിക്കാനും പോകും. കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അവൾ കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോകില്ലായിരുന്നു. അങ്ങനെ കൊണ്ടുപോകാതായപ്പോഴാണ് സ്തുതി കുഞ്ഞിനെയും കൂട്ടി കൃത്യമായാണ് അവൻ പ്രോഗ്രാമിന് പോകുന്നത്. സ്റ്റേജിന് പുറകിലാണ് കിടത്തി ഉറക്കുക. അറിഞ്ഞപ്പോൾ അവനോട് കുഞ്ഞിനെ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കിച്ചുവിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കിച്ചുവിനെ എല്ലായിടത്തും സ്വന്തം മോൻ എന്ന് പറഞ്ഞാണ് എൻ്റെ മൂത്ത മോൻ കൊണ്ടുപോകുന്നത്. അവൻ്റെ മക്കൾക്ക് കിച്ചു ആങ്ങളെയെന്നും അമ്മ പറഞ്ഞു കൊടുത്തു. അങ്ങനെ തന്നെയാണ് വളർന്നത്. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന മകനാണ് കിച്ചു. എല്ലായിടത്തും കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് സ്തുതി പോയിക്കൊണ്ടിരുന്നത്. അതായിരുന്നു സ്തുതിക്ക് ഏക പറ്റിയിരുന്ന ഒരു കാര്യം. മറ്റൊരിടത്തും സ്തുതിക്ക് അത് പറ്റുകയായിരുന്നില്ല. സ്റ്റേജിൽ കൊണ്ടുപോകുമ്പോൾ സ്റ്റേജിൽ എല്ലാവരും തന്നെയാണ് കിച്ചുവിനെ വളർത്തിക്കൊണ്ടിരുന്നത്. അത് കണ്ട് സഹിക്കാനാകാതെയാണ് ഞങ്ങൾ വളർത്തിയിരുന്നത്. അവനൊന്നും ഞങ്ങളടുത്ത് വിട്ട് പറയാറില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞങ്ങൾ അറിയാറുമില്ലായിരുന്നു. ഇതാണ് സ്തുതിയുടെ അമ്മ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. സ്തുതി ഇതിനു മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയാം. എന്തുകൊണ്ട് സ്തുതിയുടെ വീട്ടുകാർ അറിഞ്ഞില്ല എന്നതൊക്കെയുള്ള പിന്നീടുള്ള ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും മുഖ്യമായി കാണുന്നത് സ്തുതിയുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. രേണുവിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാം രേണുവിനെ കുറിച്ച് സംസാരിക്കാനുള്ള സമയമാകട്ടെ എന്ന് കരുതുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കിച്ചുവിനെ പറ്റിയും. ഇപ്പോഴാണ് കിച്ചുവിനെ പറ്റി ഇത്തരത്തിലൊക്കെ പറഞ്ഞെത്തിയത്. ഇതിനു മുൻപ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.